മുന്നണികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും പ്രചാരണ രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെതിരെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ലഭിച്ച തുക പൂർണ്ണമായും ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 4.5 കോടിയോളം രൂപ വിനിയോഗിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉയരുന്നുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്ന ജോയ്സ് ജോർജിന് 25 കോടി കിട്ടിയത് പൂർണ്ണമായി ചെലവഴിച്ചു എന്നുള്ളത് അടക്കമുള്ള കണക്കുകൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് അത് അവാസ്തവമായ ഒരു വാർത്തയാണ്. ഒന്ന്, ഈ തുക ചെലവഴിക്കലിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചെയ്യുന്ന റിപ്പോർട്ടിംഗ് രീതി ശരിയല്ല. കാരണം തുക ചെലവഴിച്ചു എന്ന് കൃത്യമായി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒരു വർക്ക് പൂർത്തീകരിച്ച് കോൺട്രാക്ടർ ബില്ല് മാറിപ്പോകുമ്പോഴാണ്. അതിന് പല തടസ്സങ്ങളുണ്ടാവാം. ചിലപ്പോൾ വർക്ക് തീർന്നു കിടന്നിട്ടുണ്ടെങ്കിൽ പോലും ബില്ല് മാറിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ, ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. എൻ്റെ വിഷയം എനിക്ക് ലഭ്യമായ തുക 100% വിനിയോഗിക്കപ്പെടുക എന്നുള്ളതാണ്. അത് 100% ഞാൻ ഉറപ്പ് നൽകുന്നു, അല്ലെങ്കിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയാൻ എനിക്ക് കഴിയും. എൻ്റെ കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട തുക 100% വിനിയോഗിക്കപ്പെട്ടിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. എല്ലാം ഫുൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിട്ടുണ്ട്. വർക്ക് ഓൺഗോയിങ് ആണ്. വർക്ക് ഓൺഗോയിങ് ആണ് എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് എം പിമാർക്ക് ഇനിയുള്ള 21 മാസക്കാലം ഈ വർക്ക് അതിൻ്റെ പൂർത്തീകരിക്കാനുള്ള സമയം കൂടിയുണ്ട്. ഇത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത കാര്യമൊന്നുമല്ല, ഇത് നടക്കുന്ന കാര്യമാണ്. എല്ലാ എം പിമാരുടെയും അവസാന വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ 4.4 കോടി രൂപ ചെലവഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എൻ്റെ മുകളിൽ അല്ലെങ്കിൽ എൻ്റെ താഴെ എല്ലാ എം പിമാരും ഉണ്ട്. അപ്പോൾ അതിനകത്ത് യാതൊരു സംശയവും ആ കാര്യത്തിലൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പം എൻ്റെ കാര്യം എടുത്തു പറയുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിൽ തന്നെ ഞാൻ തിരിച്ചു മറുപടി പറയുകയാണ്. അതൊന്നും ഇവിടെ ആരും അംഗീകരിക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം ഞാൻ അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഏത് ആരോപണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തെളിയിക്കാം. ഇപ്പം എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് 17 കോടി രൂപയാണ് MP ഫണ്ട് എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. പക്ഷേ എനിക്ക് 1.92 കോടി രൂപ, 1.92 ലക്ഷം രൂപ മുൻ MPയുടെ കാലഘട്ടത്തിൽ ചെലവഴിക്കപ്പെടാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ഷേപം ഞാൻ എങ്ങനെ ഉന്നയിക്കണം? മുൻ MPയുടെ കാലഘട്ടത്തിൽ അൺസ്പെൻഡ് ബാലൻസ് എന്ന് പറയുന്നത് അത് ചെലവഴിക്കപ്പെടാത്തതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ 21 മാസമൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രേസ് പീരീഡും കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ഉപയോഗിക്കാതെ പോയ തുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഉത്തരവാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി LDF പറയുന്നത് ഈ 2014 മുതൽ 19 വരെയുള്ള കാലഘട്ടവും 19 മുതൽ ഇപ്പോൾ ഈ നിൽക്കുന്ന കാലഘട്ടവും ഇത് തമ്മിലുള്ള വികസനം ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. 2 ഉദ്ദേശം അക്കാര്യത്തിലുണ്ട്. ഒന്ന്, ഇവർ തെരഞ്ഞെടുപ്പിൻ്റെ ഗോൾ പോസ്റ്റ് മാറ്റുകയാണ്. കാരണം ജനങ്ങളാകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷ നേതൃത്വത്തിന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. ആരുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് വിലയിരുത്തേണ്ട ജനം. ഇപ്പം ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം കേരളത്തിലാകെ ഒരേ ഒരു 100 ബെഡ് ആശുപത്രി മാത്രമേ കേന്ദ്ര സർക്കാർ അനുവദിച്ചുള്ളൂ. അത് ഇടുക്കിയിലാണ്, കട്ടപ്പനയിലാണ്. അതിൻ്റെ ടെൻഡർ നടപടികൾക്ക് വേണ്ടി ഇന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 150 കോടി രൂപ കട്ടപ്പനയിൽ ESI 100 ബെഡ് ആശുപത്രി തുടങ്ങാൻ വേണ്ടി ഫണ്ട് വകയിരുത്തി ടെൻഡർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നതുപോലെ എത്രയോ പദ്ധതികൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായി. ഇപ്പോൾ 90 മൊബൈൽ ടവറുകൾ. ഈ മൊബൈൽ ടവറിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിൽ പൂർണ്ണമായി തന്നെ ആദിവാസി ഊരുകളെ കണക്ട് ചെയ്തുകൊണ്ട് BSNL മൊബൈൽ ടവർ അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. ചെറിയൊരു കാര്യമല്ലത്. 2024 ജൂൺ മാസം 30-ാം തീയതി ആകുമ്പോഴേക്കും ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലം സമ്പൂർണ്ണമായി മൊബൈൽ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ആത്മസംതൃപ്തി നൽകുന്നൊരു കാര്യമാണ്. USO ഫണ്ട്, യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൽ നിന്നാണ് പൈസ കൊണ്ടുവന്നിട്ടുള്ളത്. നേര്യമംഗലത്ത് പുതിയൊരു പാലം വരുന്നു. ഈ ജില്ലയിലേക്ക് കടന്നു വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലം കഴിയുമ്പോൾ നേര്യമംഗലത്ത് പുതിയൊരു പാലം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ആത്മസംതൃപ്തിയുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ നിൽക്കുന്ന ചെറുതോണിയിൽ പുതിയൊരു പാലം ഉണ്ടാക്കിയത് തള്ളിപ്പോയ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കിയ ആളാണ് ഞാൻ. ഇടതുപക്ഷ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തള്ളിപ്പോയ, അല്ലെങ്കിൽ ഇടതുപക്ഷ MPയുടെ കാലഘട്ടത്തിൽ തള്ളിപ്പോയ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കിയ ഒരാളാണ് ഞാൻ. തൊട്ടപ്പുറത്ത് തടിയമ്പാടും മരിയാപുരവും കണക്ട് ചെയ്തുകൊണ്ട് സേതുബന്ധൻ പദ്ധതി, CRIF പദ്ധതി സംസ്ഥാനത്താകെ 7 എണ്ണം അനുവദിപ്പിച്ചപ്പോൾ അതിൽ 1 എണ്ണം അനുവദിപ്പിച്ച ആളാണ് ഞാൻ. 32 കോടി രൂപ 240
മീറ്റർ ദൈർഘ്യമുള്ള പാലം അനുവദിപ്പിച്ച ആളാണ് ഞാൻ. ഉടുമ്പന്നൂരിൽ നിന്നും മണിയാറൻകുടിയിലേക്ക് 19 കിലോമീറ്റർ PMGSY റോഡ്, അത് പൂർണ്ണമായും വനത്തിനുള്ളിലൂടെ ഭരണാനുമതി നേടിയെടുത്ത ഒരു MP യാണ് ഞാൻ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ദേശീയപാത വികസന രംഗത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കിടക്കുകയാണ്. ചുമ്മാ പറഞ്ഞ ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷേ ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജില്ലയിലെ എല്ലാ നാഷണൽ ഹൈവേയും 18 മീറ്റർ വീതിയിലപ്പുറത്തേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മുടെ അതോടൊപ്പം തന്നെ ബൈപ്പാസുകളുടെ എണ്ണം ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വണ്ടിപ്പെരിയാർ, ചെറുതോണി, കട്ടപ്പന, അടിമാലി 4 ഇടുക്കി ജില്ലയിൽ, മൂവാറ്റുപുഴ, കോതമംഗലം, എറണാകുളം ജില്ലയിൽ, അങ്ങനെ 6 ബൈപ്പാസുകൾക്ക് അനുമതി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു കാര്യത്തിൽ സംശയം വേണ്ട, 2024 നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ 2025 2026 ആകുമ്പോഴേക്കും ഈ ജില്ലയുടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ചർച്ച ചെയ്യട്ടെ വികസനം, ആ കാര്യത്തിൽ അത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അത്തരത്തിലാണ്. എന്തായിരുന്നാലും വികസനം പറഞ്ഞ് ചർച്ച ചെയ്ത ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ താൻ ഒരുക്കമാണ് ഇല്ലെങ്കിൽ ഇടതുപക്ഷം ഉയർത്തുന്ന ആ വെല്ലുവിളികളെ താൻ ഏറ്റെടുക്കാൻ ഒരുക്കമാണ് എന്നാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.